നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ക്ലാസ്സിലുടനീളം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2026 നടക്കാൻ പോകുന്ന സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. 8 മാർക്ക് സിലബസിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ടോപ്പിക്കാണ്. ആ ഭരണഘടന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് SCRTയിലെയും NCERT കണ്ടന്റും വളരെ പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉൾപ്പെടെ, അതായത് 2026 ലേറ്റസ്റ്റ് ചോദ്യം ഉൾപ്പെടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് നോട്ട്സ് PSC ഇൻഫ്ലുവൻസറിന്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. 26,000-ലധികം ഉദ്യോഗാർത്ഥികൾ കൃത്യമായി ഫോളോ ചെയ്യുന്ന ആ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പൊ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഭാഗമാകുക. നമ്മൾ നേരെ കണ്ടന്റിലേക്ക് പോവുകയാണ്. 2026 ഏറ്റവും ലേറ്റസ്റ്റ് ആയി നടത്തിയ സബ് ഇൻസ്പെക്ടർ പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യം ഇതാണ് വളരെ പ്രധാനപ്പെട്ടതാ. എക്സിക്യൂട്ടീവിൽ മേലുള്ള നിയമനിർമ്മാണ നിയന്ത്രണത്തിലുള്ള പ്രധാന ഉപകരണങ്ങളായി പാർലമെന്ററി കമ്മിറ്റികളെ കണക്കാക്കുന്നത് എന്തുകൊണ്ടെന്ന് ഇനി പറയുന്നവയിൽ ഏതാണ് ഏറ്റവും നന്നായി വിശദീകരിക്കുന്നത്? ഈ ചോദ്യം കാണാൻ പറ്റാത്തവർക്ക് വേണ്ടി അത് ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ എ, അവ നേരിട്ട് സർക്കാർ നയങ്ങൾ നടപ്പിലാക്കുന്നു. ഓപ്ഷൻ ബി, അവ ഭരണപരമായ നടപടികളുടെ വിശദമായ പരിശോധന സാധ്യമാക്കുന്നു. ഓപ്ഷൻ സി, അവ നിയമസഭയിലെ ചർച്ചകൾ മാറ്റിസ്ഥാപിക്കുന്നു. ഓപ്ഷൻ ഡി, അവ മന്ത്രിമാരുടെ മേൽ ജുഡീഷ്യൽ അധികാരം പ്രയോഗിക്കുന്നു. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എക്സിക്യൂട്ടീവ്, നമ്മൾ 3 തരത്തിലുള്ള ഗവൺമെന്റ് സംവിധാനത്തെ പറ്റി നമ്മൾ പറയും. ഒന്ന് ലെജിസ്ലേച്ചർ, മറ്റൊന്ന് ജുഡീഷ്യറി, മറ്റൊന്ന് എക്സിക്യൂട്ടീവ്. നീതിന്യായ സംവിധാനം, ഭരണനിർവഹണം വളരെ പ്രധാനപ്പെട്ടതാണ്. ലെജിസ്ലേറ്റർ എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണം, ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ നീതിന്യായം, എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ കാര്യനിർവഹണം. ഇങ്ങനെയാണ് 3 തരത്തിലുള്ള, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഗവൺമെന്റിന്റെ 3 ഘടകങ്ങൾ എന്ന് പറയുന്നത് ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി, അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ഇങ്ങനെ ലെജ് എന്ന് പറഞ്ഞ നമ്മൾ പഠിക്കുന്നത് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. അപ്പൊ എക്സിക്യൂട്ടീവിന്മേലുള്ള നിയമനിർമ്മാണ നിയന്ത്രണത്തിലുള്ള പ്രധാന ഉപകരണങ്ങളായി പാർലമെന്ററി കമ്മിറ്റികളെ കണക്കാക്കുന്നു. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവിടെ ഒരു ഉപകരണമായി ഈ പറയുന്ന പാർലമെന്ററി കമ്മിറ്റികളെ ഒരു ഉപകരണമായി കണക്കാക്കണമെങ്കിൽ അവർ പരിശോധിക്കുന്നു. അതായത് ഭരണപരമായിട്ടുള്ള ഏതെങ്കിലും നടപടികൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ വിശദമായ പരിശോധന സാധ്യമാക്കുന്നതാണ് പാർലമെന്ററി കമ്മിറ്റികൾ എന്ന് പറയുന്നത്. അപ്പൊ മത്സര പരീക്ഷയിൽ ആവർത്തിക്കുന്ന 3 പ്രധാനപ്പെട്ട പാർലമെന്ററി കമ്മിറ്റി ഉണ്ട്. അതായത് പാർലമെന്റിലെ പ്രധാനപ്പെട്ട ധനകാര്യ കമ്മിറ്റികൾ 3 എണ്ണമാണ്. 1 പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി, 2 എസ്റ്റിമേറ്റ് കമ്മിറ്റി, 3 കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ്. എനിക്ക് വേണ്ടി നിങ്ങൾ ഒരു സഹായം ചെയ്യണം. സഹായം ഇതാണ്. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ നിലവിലെ ചെയർമാൻ മലയാളിയായ ശ്രീ KC വേണുഗോപാലാണ്. മലയാളിയായ KC വേണുഗോപാലാണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ നിലവിലെ ചെയർമാൻ. എനിക്ക് ചെയ്തു തരേണ്ട സഹായം, നിലവിലെ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ആര് എന്നൊന്ന് കമന്റ് ചെയ്തേക്കണം. നിലവിലെ കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്ങിന്റെ ചെയർമാൻ ആരെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കണം. ശരിയാണെങ്കിൽ ശരിയായിക്കോട്ടെ, തെറ്റാണെങ്കിൽ തിരുത്തി പഠിക്കണം. അപ്പൊ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ നിലവിലെ അധ്യക്ഷൻ ആരാണ്? അത് KC വേണുഗോപാലാണ്. കഴിഞ്ഞ വർഷം അദ്ദേഹം തന്നെയാണ്. ഈ വർഷം അദ്ദേഹത്തെ വീണ്ടും എന്ത് ചെയ്തു? പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് വീണ്ടും തെരഞ്ഞെടുത്തു. അപ്പൊ അവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട വാക്കാണ് പാർലമെന്റ്. പാർലമെന്റ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ലോക്സഭ, രാജ്യസഭ, പ്രസിഡന്റ്. ഇത് 3ഉം ചേരുന്നതാണ് ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ. ലോക്സഭ, രാജ്യസഭ, പ്രസിഡന്റ്. അപ്പൊ നിലവിലെ പ്രസിഡന്റ് ആര് എന്ന്, ഇന്ത്യയുടെ നിലവിലെ രാഷ്ട്രപതി ആരെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് ദ്രൗപദി മുർമു ആണ്. അപ്പൊ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എല്ലാം മറിച്ച് പാർലമെന്റ് എന്ന് പറഞ്ഞാൽ പാർലമെന്റ് ഘടകത്തിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാ? ലോക്സഭ, രാജ്യസഭ, പ്രസിഡന്റ്. ക്ലിയർ ആണല്ലോ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയിലേക്ക് നമ്മൾ പോവുക. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി. അതായത് 2026 മത്സര പരീക്ഷയിൽ ചോദിച്ചത് കൊണ്ട് തന്നെ ഇതിനി വരാൻ പോകുന്ന ഏതെങ്കിലും മത്സര പരീക്ഷയിൽ ചോദ്യമായി വന്നാൽ നിങ്ങൾ എഴുതി മാറ്റണം. അത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, ഡയറക്റ്റ് ചോദ്യം ആയിക്കോട്ടെ. പാർലമെന്ററി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പാർലമെന്ററി കമ്മിറ്റിയാണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച്
1921 രൂപീകരിച്ച പാർലമെന്ററി കമ്മിറ്റിയുടെ പേരാണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി. അപ്പൊ 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച് 1921 രൂപീകരിച്ച പാർലമെന്ററി കമ്മിറ്റിയാ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി. ഇത് എന്തിനു വേണ്ടിയാ ഫോം ചെയ്തതെന്ന് പറഞ്ഞാൽ, ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യത്തെ പൊതുമുതൽ ദുർവിനിയോഗം തടയുന്നതിന് വേണ്ടി 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശവും നിലവിലുള്ള ഇന്ത്യ എന്ന മഹാരാജ്യത്തെ പൊതുമുതൽ ദുർവിനിയോഗം തടയുന്നതിന് വേണ്ടി നിലവിൽ വന്ന പാർലമെന്ററി കമ്മിറ്റിയാണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി. ഈ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി അറിയപ്പെടുന്ന പേരാണ് പോസ്റ്റ് മോർട്ടം കമ്മിറ്റി. അപ്പൊ നമുക്കറിയാം, പോസ്റ്റ് മോർട്ടം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? കീറി മുറിച്ച് പരിശോധിക്കുക. അപ്പൊ പോസ്റ്റ് മോർട്ടം കമ്മിറ്റി എന്നറിയപ്പെടുന്നത് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയാണ്. എന്തുകൊണ്ടാണ് ഈ പോസ്റ്റ് മോർട്ടം കമ്മിറ്റി എന്നറിയപ്പെടാൻ കാരണം ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. അപ്പൊ ഒന്നാമത്തെ വസ്തുത പറഞ്ഞല്ലോ. ഇനി ഈ പറയുന്ന പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ കാലാവധി 1 വർഷമാണ്. 1 ഇയർ ആണ്. 1 വർഷമാണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ കാലാവധി. ഓപ്ഷനകത്ത് 5 വർഷം, 6 വർഷം, 3 വർഷം എന്നൊക്കെ കാണും. വെറൈറ്റിക്ക് വേണ്ടി 5, 6, 3 ഒന്നും എഴുതരുത്. കാലാവധി 1 വർഷമാണ്. നമ്മൾ എഴുതാൻ പോകുന്ന യൂണിഫോം തസ്തികയായ CPO നമ്മൾ എഴുതിയെടുക്കുക തന്നെ ചെയ്യും. 2026 നിങ്ങളുടെ വർഷമാണ്. ടെസ്റ്റിനെ ഭയക്കണ്ട, ഫിസിക്കലിനെ ഭയക്കണ്ട. റാങ്ക് ലിസ്റ്റ് വരും. അതിൽ നിങ്ങൾ ഒരാളായിരിക്കും. ആ റാങ്ക് ലിസ്റ്റിൽ ആദ്യ റാങ്ക് നിങ്ങൾ നേടുക തന്നെ ചെയ്യും. നിങ്ങളെ സ്നേഹിക്കുന്ന അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ ആരൊക്കെയുണ്ടോ അവരുടെ മുന്നിൽ എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ, എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരി, എൻ്റെ സുഹൃത്ത് ഈ പറയുന്ന കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ, കേരള പോലീസ് വകുപ്പിൽ അല്ലെങ്കിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സംവിധാനമായ കേരള പോലീസ് വകുപ്പിൽ പോലീസ് കോൺസ്റ്റബിളായി അല്ലെങ്കിൽ വനിതാ പോലീസ് കോൺസ്റ്റബിളായി ജോലിയിൽ കയറി എന്ന് നിങ്ങളുടെ സുഹൃത്തുക്കള്, അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ എല്ലാം വളരെ അഭിമാനത്തോടുകൂടി പറയും. അത് 2026, 27. അപ്പൊ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ കാലാവധി 1 വർഷമാണ്. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ നിലവിലെ ചെയർമാനെ മറക്കല്ലേ, മലയാളിയ KC വേണുഗോപാൽ, ആലപ്പുഴ ലോക്സഭാംഗമാണല്ലോ. നമുക്ക് വേണ്ട കണ്ടന്റിലേക്ക് വരാം. ഈ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? അത് ലോക്സഭാ സ്പീക്കറാ. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാനെ നിയമിക്കുന്നത് ലോക്സഭാ സ്പീക്കറാ. നിലവിലെ ലോക്സഭാ സ്പീക്കറാണ് ഓം ബിർള. വളരെ പ്രധാനപ്പെട്ടതാണ്. നിലവിലെ ഇന്ത്യൻ ലോക്സഭാ സ്പീക്കർ അത് ഓം ബിർളയാണ്. ഓം ബിർള പ്രതിദാനം ചെയ്യുന്ന മണ്ഡലം അത് രാജസ്ഥാനിലെ കോട്ട മണ്ഡലമാണ്. പഠിച്ചേ പറ്റൂ. ഇതിന്റെ നോട്ട്സ് കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ എഴുതുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഒരു ഫ്രീ കണ്ടന്റ് ബാച്ച് കൂടി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ കൂടി ആഡ് ചെയ്യുക. ഉഷാറായിട്ട് പഠിച്ചു പോകും. അപ്പൊ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാനെ നിയമിക്കുന്ന ആരാ? അത് ലോക്സഭാ സ്പീക്കറാണ്. അപ്പൊ പിരിച്ചുവിടുന്ന ആരെന്ന് ചോദിച്ചാൽ അത് ലോക്സഭാ സ്പീക്കറാണ്. അടുത്തത് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ അംഗസംഖ്യ 22 ആണ്. 15 പേര് ലോക്സഭ, 7 പേര് രാജ്യസഭ. അപ്പൊ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ അംഗസംഖ്യ 22 ആണ്. 22-ൽ 15 പേര് ലോക്സഭ, 7 പേര് രാജ്യസഭ. 22 പേരായി. ഇനി നമുക്ക് വേണ്ടത് ഈ KC വേണുഗോപാൽ എന്നറിയപ്പെടുന്ന വ്യക്തി കോൺഗ്രസ്സുകാരനാണല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു 2-3 ആഴ്ചയ്ക്ക് മുമ്പ് കേരളത്തിലെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിനുശേഷം വാർത്താമാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിന്ന 3 വ്യക്തികളാണ്. ആരൊക്കെ? KC, RC, BD. അതിൽ KC വേണുഗോപാലിന്റെ പ്രത്യേകത, അദ്ദേഹം ഇന്ത്യയിൽ ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടിയിൽ നിന്നുള്ള വ്യക്തിയാണ്. അപ്പൊ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാൻ എപ്പോഴും പ്രതിപക്ഷ പാർട്ടിയിൽ നിന്നുള്ളതായിരിക്കും. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ഇങ്ങനെ തന്നെ പ്രസ്താവനയായി ചോദിക്കുന്നുണ്ട്. അടുത്തത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നറിയപ്പെടുന്ന CAG ഉണ്ടല്ലോ. ഈ CAG നൽകുന്ന റിപ്പോർട്ടുകൾ പരിശോധിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് PAC ആണ്. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയാണ്. ഒന്ന് തിരുത്തി പഠിക്കണേ. CAG നൽകുന്ന റിപ്പോർട്ടുകൾ പരിശോധിക്കുന്നത് ആരാ? അത് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയാണ് പരിശോധിക്കുന്നത്. ഈ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി റിപ്പോർട്ടുകൾ ആർക്കാ സമർപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ലോക്സഭാ സ്പീക്കർക്കാ. ക്വസ്റ്റ്യൻ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുക. ടു ഹൂം പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി സബ്മിറ്റ്സ് ഇറ്റ്സ് റിപ്പോർട്ട്. 2022 പരീക്ഷാ ചോദ്യം ഞാൻ ഈ പറയുന്നത്. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി അവരുടെ റിപ്പോർട്ട് ആർക്കാണ് സമർപ്പിക്കേണ്ടത്? ലോക്സഭാ സ്പീക്കർക്ക്. ഓപ്ഷൻ എക്കകത്ത് തന്നെ രാഷ്ട്രപതി കാണും, പ്രധാനമന്ത്രി കാണും. ഉത്തരം ലോക്സഭാ സ്പീക്കറാണ്. ഈ പറയുന്ന CAG നൽകുന്ന റിപ്പോർട്ടുകൾ കീറി മുറിച്ച് പരിശോധിക്കുകയാണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി. അതുകൊണ്ടാണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയെ എന്തു പേരിൽ അറിയപ്പെടുന്നത്? പോസ്റ്റ് മോർട്ടം കമ്മിറ്റി എന്നറിയപ്പെടുന്നത്. മറക്കരുത്, ഒരു മാർക്ക് കിട്ടണം. അടുത്തത് വളരെ പ്രധാനപ്പെട്ട വസ്തുത, പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ കോറം എത്രയാണ്?
4 അംഗങ്ങളാണ്. ഇത് ഇംഗ്ലീഷ് പരീക്ഷ, അതായത് ഇംഗ്ലീഷിലെ വൊക്കാബുലറിയിലെ ഒരു പോർഷനാണ് കോറത്തിന്റെ സ്പെല്ലിങ്. QUORUM വളരെ പ്രധാനപ്പെട്ടതാണ്. QOURUM കോറം. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ കോറം എന്ന് പറയുന്നത് 4 അംഗങ്ങളാണ്. എന്തോ ഈ കോറം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഇപ്പൊ നമ്മൾ എല്ലാവരും കൂടി ഒരു ക്ലാസ്സിൽ ഇരിക്കുക. ആ ക്ലാസ്സിൽ അതിൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് സംവിധാനവുമായി ബന്ധപ്പെട്ട ഒരാശയമുള്ള ക്ലാസ് റൂം ആണെന്നിരിക്കട്ടെ. ആ ക്ലാസ് റൂമിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു ചർച്ച നടക്കുക എങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട 40 പേരുള്ള ആ ക്ലാസ് റൂമിൽ 10 പേര് വന്നാൽ ചർച്ച തുടങ്ങാം എന്ന് പറയുന്നതിനെ അറിയപ്പെടുന്ന പേരാണ് കോറം. അതായത് മിനിമം മെമ്പേഴ്സ്, അതായത് ഒരു കമ്മിറ്റി, അതായത് ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റി ആരംഭിക്കാൻ, കമ്മിറ്റി തുടങ്ങാൻ, കമ്മിറ്റിയിൽ ചർച്ച നടത്താൻ മിനിമം വേണ്ട അംഗങ്ങളുടെ എണ്ണത്തെയാണ് നമ്മൾ കോറം എന്ന് പറയുന്നത്. അപ്പൊ 22 പേരാണല്ലോ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയിൽ ഉള്ളത്. 22 പേര്, 15 പേര് ലോക്സഭ, 7 പേര് രാജ്യസഭ. അപ്പൊ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ കോറം എന്ന് പറയുന്നത് 4 അംഗങ്ങളാണ്. അപ്പൊ 4 പേര് മതി പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ മീറ്റിംഗ് തുടങ്ങാൻ. അടുത്തത് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നറിയപ്പെടുന്നത് CAG ആണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. 4 കാവൽക്കാരന്മാരെ മത്സര പരീക്ഷയ്ക്ക് ചോദിക്കും. ഒന്ന്, ഇന്ത്യൻ പൊതുഖജനാവിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം CAG ആണ്. ഇന്ത്യൻ പൊതുഖജനാവിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് CAG. ഇന്ത്യൻ മെറിറ്റ് സമ്പ്രദായത്തിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് UPSC. വളരെ പ്രധാനപ്പെട്ടതാണ്. ദെൻ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടതാ ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത്, ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് NHRC, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ ആര് എന്ന് ചോദിച്ചാൽ അതിനുത്തരം സുപ്രീം കോടതിയാണ്. ഈ 4 കാവൽക്കാരന്മാരെ അല്ലെങ്കിൽ വാച്ച് ഡോഗിനെ നിങ്ങൾ പഠിക്കണം. ഒന്ന്, ഇന്ത്യൻ, വളരെ പ്രധാനപ്പെട്ടതാണ്, ഇന്ത്യൻ പബ്ലിക് പേഴ്സിന്റെ വാച്ച് ഡോഗ്. ഇന്ത്യൻ പൊതുഖജനാവിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് CAG ആണ്. ഇന്ത്യൻ മെറിറ്റ് സിസ്റ്റത്തിന്റെ വാച്ച് ഡോഗ്, ഇന്ത്യൻ മെറിറ്റ് സമ്പ്രദായത്തിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് UPSC ആണ്. ദെൻ അടുത്തത് ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ NHRC ആണ്. അപ്പൊ ഇന്ത്യയിലെ മൗലികാവകാശങ്ങളുടെ കാവൽക്കാരൻ, ഇന്ത്യയിലെ മൗലികാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് അത് സുപ്രീം കോടതിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നതും ആര് തന്നെ? സുപ്രീം കോടതി തന്നെ. അപ്പൊ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നറിയപ്പെടുന്നത് CAG ആണ്. നേരെ തിരിച്ച് CAGയുടെ കണ്ണും കാതും എന്ന് ചോദിച്ചാൽ അത് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയാ. ദെൻ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാനായ ആദ്യ മലയാളിയാണ് ജോൺ മത്തായി. പഠിച്ചേ പറ്റൂ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യം. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, എന്തിനു വേണ്ടിയാ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ഫോം ചെയ്തേ? ഇന്ത്യ മഹാരാജ്യത്ത് പൊതുമുതൽ ദുർവിനിയോഗം തടയാൻ വേണ്ടിയാണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി നിലവിൽ വന്നത്. അടുത്ത കമ്മിറ്റിയുടെ പേരാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി. അവിടെ തന്നെ ഒരു വാക്കുണ്ട്, എസ്റ്റിമേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റിനെ എസ്റ്റിമേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ AFSനെ, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ എസ്റ്റിമേറ്റ് ചെയ്യുക. 1950 ജോൺ മത്തായി കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം നിലവിൽ വന്ന പാർലമെന്ററി കമ്മിറ്റിയാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി. 1950 ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നേ. 1950 സുപ്രീം കോടതി നിലവിൽ വന്നേ. 1950 വളരെ പ്രധാനപ്പെട്ടതാണ്, 1950 കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. ഡേറ്റ് സഹിതം പഠിക്കണം. 1950 ജോൺ മത്തായി കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം എസ്റ്റിമേറ്റ് കമ്മിറ്റി നിലവിൽ വന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർലമെന്ററി കമ്മിറ്റി ഏതെന്ന് ചോദിച്ചാൽ അത് എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ്. അപ്പൊ എന്തിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നേ? ബഡ്ജറ്റിനെ, അല്ലെങ്കിൽ AFSനെ. ബഡ്ജറ്റിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് AFS. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർലമെന്ററി കമ്മിറ്റിയാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി. എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ കാലാവധി 1 വർഷമാണ്. എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ കാലാവധി 1 വർഷമാണ്. അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 30 പേരാണ് ലോക്സഭ മാത്രം. അപ്പൊ ലോക്സഭാ പ്രാതിനിധ്യമുള്ള ഏക പാർലമെന്ററി കമ്മിറ്റിയാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി. വളരെ പ്രധാനപ്പെട്ടതാണ്. ലോക്സഭയിൽ നിന്നുള്ള 30 പേരാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റിയിൽ അംഗങ്ങളുടെ എണ്ണം. നിങ്ങൾ തന്നെ പറ, ചെയർമാനെ നിയമിക്കുന്നത് ലോക്സഭാ സ്പീക്കർ. പിരിച്ചുവിടുന്നത് ആരാ? ലോക്സഭാ സ്പീക്കർ. നിലവിലെ ലോക്സഭാ സ്പീക്കറിന്റെ പേര് ഓം ബിർള എന്ന. അദ്ദേഹം പ്രദാനം ചെയ്യുന്ന മണ്ഡലം കോട്ട, രാജസ്ഥാൻ. രാജസ്ഥാനിലെ
കോട്ട മണ്ഡലമാണ്. പഴയ കാലത്ത് മത്സ്യ എന്നറിയപ്പെട്ട ഇന്ത്യയിലെ പ്രദേശമാണ് രാജസ്ഥാൻ. അപ്പൊ നമുക്ക് വേണ്ട ചോദ്യം കിട്ടി. അപ്പൊ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ നിലവിൽ അധ്യക്ഷനെ നിങ്ങൾ ആദ്യമേ കമന്റ് ചെയ്തിരുന്നു. ഉത്തരം ശരിയാണെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ഈ എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ് കണ്ടിന്യൂസ് എക്കോണമി കമ്മിറ്റി എന്നറിയപ്പെടുന്നത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കണ്ടിന്യൂസ് എക്കോണമി കമ്മിറ്റി എന്നറിയപ്പെടുന്നത് എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ്. ഇനി നമ്മൾ നേരത്തെ ഒരു വസ്തുത പറഞ്ഞായിരുന്നല്ലോ, ഇന്ത്യൻ പൊതുഖജനാവിന്റെ കാവൽക്കാരൻ CAG. ഈ CAGയുടെ ഓഫീസുമായിട്ട് ഈ പറയുന്ന എസ്റ്റിമേറ്റ് കമ്മിറ്റിക്ക് ഒരു സഹകരണവുമില്ല. ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള കമ്മിറ്റി ഈ പറയുന്ന എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ്. 30 പേര്. 30 പേരും എവിടുന്ന് മാത്രം? ലോക്സഭയിൽ നിന്ന് മാത്രം. ഇനി ആദ്യകാലത്ത് 1950 സമയത്ത് 25 അംഗങ്ങളായിരുന്നു. ഇപ്പോഴാണ് 30 അംഗങ്ങളിലേക്ക് മാറുന്നത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ കുറച്ച് നാളായിട്ട് 30 അംഗങ്ങളാണ്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടന്റ് എന്തിനെയാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? ബജറ്റ് അല്ലെങ്കിൽ AFSൽ പ്രതീക്ഷിക്കുന്ന സാമ്പത്തിക ചെലവുകൾ പരിമിതപ്പെടുത്താൻ സഹായകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്നുള്ളതാണ് ആരുടെ പ്രധാന ചുമതല? ഈ പറയുന്ന എസ്റ്റിമേറ്റ് കമ്മിറ്റി. അപ്പൊ അവിടെയും കണക്കുകൾ പരിശോധിക്കുക. ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സാമ്പത്തിക ചെലവുകൾ പരിമിതപ്പെടുത്താൻ സഹായകമായിട്ടുള്ള നിർദ്ദേശം എനിക്ക് ഇപ്പൊ നോക്കൂ, നിങ്ങൾ ഈ പറയുന്ന സർക്കാർ സർവീസിൽ കയറി നിങ്ങൾ യൂണിഫോം ഇട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഹെൽമെറ്റ് ഇടാതെ ഒരാൾ വണ്ടി ഓടിച്ചുകൊണ്ട് വരിക എങ്കിൽ നിങ്ങൾ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്ത് വേണം? നിർദ്ദേശങ്ങൾ വേണം. നിർദ്ദേശം കൊടുക്കാനില്ലെങ്കിൽ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ഈ നിർദ്ദേശങ്ങൾ വേണമെങ്കിൽ ആദ്യം നിങ്ങൾ ഈ നിയമത്തെ പറ്റി അറിയണം. അതേപോലെ ഈ പറയുന്ന എസ്റ്റിമേറ്റ് കമ്മിറ്റി ബജറ്റിനെ പറ്റിയൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. അപ്പൊ അവിടെയും ഒരു വിലയിരുത്തലുണ്ട് ആ പാർലമെന്ററി കമ്മിറ്റിക്ക്. അടുത്ത മൂന്നാമത്തെ പാർലമെന്ററി കമ്മിറ്റിയാണ് CPU അല്ലെങ്കിൽ കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ്. CPSU എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. കമ്മിറ്റി ഓൺ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. അവിടെ തന്നെ ഉണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട്. അതായത് ഇന്ത്യ മഹാരാജ്യത്ത് ഓരോ പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. കേരളത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന തമിഴ്നാട് എടുത്തു, ഏത് സംസ്ഥാനം എടുത്താലും അവിടെ എല്ലാം ഇന്ത്യൻ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ടല്ലോ. ആ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യങ്ങളെ പറ്റി വിലയിരുത്താൻ പഠിക്കാൻ വേണ്ടി നിലവിൽ വന്ന പാർലമെന്ററി കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ്. 1964 VK കൃഷ്ണമേനോൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം രൂപീകൃതമായി. ഈ VK കൃഷ്ണമേനോന് പ്രത്യേകതയുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായ, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായ ആദ്യ മലയാളി VK കൃഷ്ണമേനോനാണ്. സൈനിക സ്കൂൾ എന്ന ആശയം ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായി കൊണ്ടുവന്നത് VK കൃഷ്ണമേനോനാണ്. ഈ VK കൃഷ്ണമേനോൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് 1964 CPSU നിലവിൽ വരുന്നത്. അപ്പൊ ചില ആളുകൾ മനസ്സിൽ കരുതും, സാറേ ഇന്ത്യയുടെ ആദ്യ പ്രതിരോധ വകുപ്പ് മന്ത്രി ആരാ? അത് VK കൃഷ്ണമേനോൻ ആണോ? അല്ല. ഇന്ത്യയുടെ ആദ്യ പ്രതിരോധ വകുപ്പ് മന്ത്രി ബൽദേവ് സിംഗ്. വേറെ ഒന്നുമില്ല, പ്രതിരോധിക്കണമെങ്കിൽ ബലം വേണം. ബൽദേവ് സിംഗ്, ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രി ബൽദേവ് സിംഗ്. പ്രതിരോധ വകുപ്പ് മന്ത്രിയായ ആദ്യ മലയാളി VK കൃഷ്ണമേനോൻ. പ്രതിരോധ വകുപ്പ് മന്ത്രിയായി ഏറ്റവും കൂടുതൽ കാലം ഇരുന്ന മലയാളി ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരം AK ആന്റണി. അപ്പൊ ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായ രണ്ടാമത്തെ മലയാളിയാണ് AK ആന്റണി. 1964 VK കൃഷ്ണമേനോൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം CPU നിലവിൽ വന്നു. 22 അംഗങ്ങളാണ് ഉള്ളത്. 22 അംഗങ്ങളിൽ 15 പേര് ലോക്സഭ, 7 പേര് രാജ്യസഭ. അപ്പൊ അവിടെ 30 പേരുണ്ട് എസ്റ്റിമേറ്റ് കമ്മിറ്റി ലോക്സഭയിൽ നിന്ന് മാത്രമായി. ഓക്കെ, ദെൻ അടുത്തത് CPUവിന്റെ കാലാവധി എന്ന് പറയുന്നത് 1 വർഷമാണ്. അപ്പൊ ചില ആളുകൾ മനസ്സിൽ കരുതും, സാറേ ലോക്സഭയ്ക്ക് കാലാവധി ഉണ്ടോ? ലോക്സഭ അംഗത്തിന്റെ കാലാവധി 5 വർഷമാണ്. രാജ്യസഭയ്ക്ക് കാലാവധി ഉണ്ടോ? രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല. രാജ്യസഭ അംഗത്തിന് കാലാവധി ഉണ്ട്, 6 വർഷമാണ്. അപ്പൊ ലോക്സഭാംഗത്തിന്റെ കാലാവധി 5 വർഷം, രാജ്യസഭാംഗത്തിന്റെ കാലാവധി 6 വർഷം, സംസ്ഥാന നിയമസഭാംഗത്തിന്റെ കാലാവധി 5 വർഷം. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഇവിടെ CPU എന്നറിയപ്പെടുന്ന കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്ങിന്റെ കാലാവധി 1 വർഷമാണ്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്, ചെയർമാനെ നിയമിക്കുന്നതാരാണ്? ലോക്സഭ സ്പീക്കർ. ലോക്സഭയിലെ അംഗത്തെ മാത്രമാണ് ഈ പറയുന്ന CPU എന്നറിയപ്പെടുന്ന
കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്ങിൽ ചെയർമാനായി തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ അവിടെ ഒരു ചോദ്യമുണ്ട്. ചോദ്യം എന്താ? എന്തിനു വേണ്ടിയാ ഈ CPU, അതായത് ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ, വളരെ പ്രധാനപ്പെട്ടതാണ്, ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക്, ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കണക്കുകൾ പരിശോധിക്കാൻ വേണ്ടി നിലവിൽ വന്ന പാർലമെന്ററി കമ്മിറ്റിയുടെ പേരാണ് ഏത്? ഈ പറയുന്ന എസ്റ്റിമേറ്റ് കമ്മിറ്റി അല്ല, CPU എന്നറിയപ്പെടുന്ന കമ്മിറ്റി ഓൺ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് എന്നറിയപ്പെടുന്ന കമ്മിറ്റി. അപ്പം ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് സോൾവ് ചെയ്തേ. ചോദ്യം ഇതാ, എന്താ? എക്സിക്യൂട്ടീവിന്മേലുള്ള നിയമനിർമ്മാണ നിയന്ത്രണത്തിനുള്ള പ്രധാന ഉപകരണം എക്സിക്യൂട്ടീവ് ആണല്ലോ. ഈ പറയുന്ന ആര്? എക്സിക്യൂട്ടീവ് ആണ് ലോക്സഭ, എക്സിക്യൂട്ടീവ് ആണ് രാജ്യസഭ. ആ നിയമനിർമ്മാണ നിയന്ത്രണത്തിനുള്ള ഉപകരണങ്ങളായി പാർലമെന്ററി കമ്മിറ്റികളെ കണക്കാക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ അവ ഭരണപരമായിട്ടുള്ള നടപടികളുടെ വിശദമായ പരിശോധന. എവിടെയൊക്കെ പരിശോധിക്കുന്നു? പൊതുമുതൽ പരിശോധിക്കുന്നുണ്ട്, പൊതുമേഖലാ സ്ഥാപനങ്ങളെ പരിശോധിക്കുന്നുണ്ട്, ബഡ്ജറ്റിനെ പരിശോധിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ നമുക്ക് വേണ്ടത്. ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മേഖലയാണ്. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ തവണ മത്സര പരീക്ഷയിൽ ചോദിച്ചൊരു ഏരിയ ഭരണഘടന നിർമ്മാണ സഭ. വേറെ ഒന്നുമില്ല, ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടി ഒരു സഭയുണ്ടാക്കി. അതാണല്ലോ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ. അതിനകത്ത് വ്യത്യാസമൊന്നുമില്ലല്ലോ. അത് പഠിക്കുന്നതിന് മുമ്പ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്താണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ധാരാളം ആശയങ്ങൾ പല രാജ്യങ്ങളിൽ നിന്ന്, പല രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട പഞ്ചവത്സര പദ്ധതി എന്നറിയപ്പെടുന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് എവിടുന്നാണ് ചോദിച്ചാൽ അത് USSR എന്നറിയപ്പെടുന്ന സോവിയറ്റ് യൂണിയൻ ആണ്. അങ്ങനെ പല ആശയങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന നിയമം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ ആശയം എവിടുന്ന എടുത്തിട്ടുള്ളത്? അത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്ന നിയമം ഏതെന്ന് ചോദിച്ചാൽ അത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യക്ക് ഒരു ഫെഡറൽ സംവിധാനം നിർദ്ദേശിച്ച നിയമം, ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ഫെഡറൽ സംവിധാനം നിർദ്ദേശിച്ച നിയമം, അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് ഈ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഇനി കേന്ദ്രത്തിൽ ദ്വിഭരണം അല്ലെങ്കിൽ ഡയാർക്കി ഇൻ സെന്റർ എന്ന് പറയും. കേന്ദ്രത്തിൽ ദ്വിഭരണത്തിന് വ്യവസ്ഥ ചെയ്തത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. പ്രവിശ്യകളിൽ, പ്രോവിൻസിൽ ദ്വിമണ്ഡല സഭയ്ക്ക് ബൈക്യാമറലിസം വ്യവസ്ഥ ചെയ്തത് ഈ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഭരണവിഷയങ്ങളെ, ആദ്യകാലത്ത് ഭരണവിഷയങ്ങളെ ഫെഡറൽ ലിസ്റ്റ്, പ്രൊവിൻഷ്യൽ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിങ്ങനെ മൂന്നായി തിരിച്ചത് ഈ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. അപ്പൊ ചില ആളുകൾ മനസ്സിലാക്കരുതും, സാർ ഇത് എന്തോ ഈ പറയുന്നേ, ഭരണവിഷയങ്ങളെ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നല്ലയോ മൂന്നായി തിരിക്കുന്നത്? ആദ്യ സമയത്ത് ഫെഡറൽ ലിസ്റ്റ് എന്നും പ്രൊവിൻഷ്യൽ ലിസ്റ്റ് എന്നും കൺകറന്റ് ലിസ്റ്റ് എന്നും മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത്. പിന്നീടാണ് ഇതിൽ പേര് മാറുന്നത്. ഇപ്പൊ ഭരണവിഷയങ്ങളെ ഫെഡറൽ ലിസ്റ്റ്, പ്രൊവിൻഷ്യൽ ലിസ്റ്റ്, അവിടെ ലോജിക്കുക. ഫെഡറൽ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിയൻ ലിസ്റ്റ്. പ്രൊവിൻഷ്യൽ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രവിശ്യ. ഈ പറയുന്ന പ്രവിശ്യകളാണ് പിന്നീട് ധാരാളം പ്രവിശ്യകൾ ഒന്നായിട്ട് മാറി ഓരോ സംസ്ഥാനങ്ങളായി മാറി. സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിങ്ങനെ മൂന്നായി തരംതിരിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഫെഡറൽ കോടതി എന്നിവ സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്ത ഭരണ സംവിധാനം ഏതെന്ന് ചോദിച്ചാൽ അത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഫെഡറൽ കോടതി കാണുമ്പോൾ നമ്മൾ മനസ്സ് വിചാരിക്കും ഇത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണോ? ആണ്. ഇന്ത്യ മഹാരാജ്യത്ത് RBI രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്തത് ഈ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യ മഹാരാജ്യത്ത് ഫെഡറൽ കോടതി ഇന്ന് നമ്മൾ കാണപ്പെടുന്നില്ലയോ? 1950 ജനുവരി 28 നിലവിൽ വന്ന സുപ്രീം കോടതിയുടെ ആദ്യ
ആദ്യകാല രൂപമാണ് ഫെഡറൽ കോടതി. 1937 ഫെഡറൽ കോടതി ഫോം ചെയ്തത്. അപ്പൊ ചില ആളുകൾ മനസ്സിൽ കരുതും, സാറേ കൽക്കട്ട സുപ്രീം കോടതി ഉണ്ടോ? ഉണ്ട്. അത് നിലവിൽ വരുന്നത് 1774 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ്. അതിന്റെയൊക്കെ കണ്ടന്റിലേക്ക് വരാം. അപ്പൊ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട കണ്ടന്റിലേക്ക് ആദ്യം വരുവാണ്. ഇനി നമുക്ക് വേണ്ടത് ബർമ്മ എന്നറിയപ്പെടുന്ന രാജ്യം അറിയാവോ? ഈ ബർമയെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തിയ നിയമം അത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. 1935 ഈ നിയമപ്രകാരം ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അത് 1937 നടക്കുന്നത്. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അപ്രമാദിത്യമാണ്. ആ സമയത്ത് ഭൂരിപക്ഷം നേടിയത് ആരാണ്? INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. then ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ മുഖ്യ ശില്പി, ധാരാളം ശില്പികളുണ്ട്, അതിൽ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് സർ സാമുവൽ ഹോയർ ആണ്. അപ്പൊ ചില ആളുകൾ മനസ്സിൽ കരുതും, സാറേ ഞാൻ ഈ വ്യക്തിയല്ല പഠിച്ചത്, മറ്റൊരു മെറ്റീരിയലിൽ മറ്റൊരാളെ കൊടുത്തേക്കുന്നേ, മത്സര പരീക്ഷയിൽ വാല്യൂ ചെയ്തേക്കുന്ന ആളാ ഞാൻ ഈ പറഞ്ഞേക്കുന്നേ. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് സർ സാമുവൽ ഹോയർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഈ പറയുന്ന 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. നിങ്ങൾ പഠിച്ചേ പറ്റൂ. ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട വസ്തുത, ഈ പറയുന്ന ഇന്ത്യൻ ഭരണഘടന എന്നറിയപ്പെടുന്ന ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയി പഠിക്കേണ്ട കുറച്ച് ആളുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വ്യക്തിത്വമാ ഡോക്ടർ BR അംബേദ്കർ. പഠിക്കാതെ പോകരുത്. ജവഹർലാൽ നെഹ്റു വളരെ പ്രധാനപ്പെട്ടതാ. ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളായി പറയുന്നേ ഡോക്ടർ BR അംബേദ്കർ ഉൾപ്പെടെ, ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ, രാജേന്ദ്ര പ്രസാദ് ഉൾപ്പെടെയുള്ള വ്യക്തികളെ പഠിക്കാതെ പോകുകയേ ചെയ്യരുത്. നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട കണ്ടന്റിലേക്ക് പോവുക. ശില്പികളുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ മുഖ്യ ശില്പി ആരെന്ന് ചോദിച്ചാൽ സർ സാമുവൽ ഹോയർ ആണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ മുഖ്യ ശില്പി. അപ്പൊ ചില ആളുകൾ വെറൈറ്റിക്ക് വേണ്ടി ചിന്തിക്കും, സാറേ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? അത് ഡോക്ടർ BR അംബേദ്കർ. ഇദ്ദേഹമാണ് മഹർ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്. മഹർ പ്രസ്ഥാനം, BR അംബേദ്കറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി. ഈ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, ലക്ഷ്യപ്രമേയ ആമുഖമായിട്ട് മാറുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് അത് ജവഹർലാൽ നെഹ്റു. അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കുക, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ അല്ലയോ? ഇന്ത്യൻ ഭരണഘടനയിലെ വളരെ പ്രധാനപ്പെട്ട 4 ശില്പികളെ നമ്മളെ തിരിഞ്ഞു പോവും. ഒന്ന് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് സാമുവൽ ഹോയർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയെന്നോ ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവെന്നോ ചോദിച്ചാൽ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആരാ? അത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. ക്ലിയർ ആണ്? അടുത്തത്, ഈ ഇത്രയും കണ്ടന്റിന്റെ അടിസ്ഥാനത്തിൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്തേ. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വ്യവസ്ഥകളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം? നിങ്ങൾ തന്നെ ഉത്തരം മനസ്സിലൊന്ന് പറഞ്ഞാൽ മതി. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വ്യവസ്ഥകളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം? ഒന്നാമത്തത്, കേന്ദ്രത്തിൽ ദ്വിഭരണത്തിന് വ്യവസ്ഥ ചെയ്തു. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കേന്ദ്രത്തിൽ ദ്വിഭരണത്തിന് വ്യവസ്ഥ ചെയ്തത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലയോ? അപ്പം ഈ വ്യവസ്ഥ ഉൾപ്പെടുന്നതാ. ദെൻ പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. ഞാൻ ഈ പഠിപ്പിച്ച് എവിടെങ്കിലും പൂർണ്ണ സ്വരാജിനെ പറ്റി പറയുന്നുണ്ടോ? പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണോ? അല്ല. അടുത്തത്, മൂന്നാമത് നോക്കിയേ, ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി അനുവദിച്ചു. ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കണ്ടന്റിലേക്ക് വരും. അപ്പം ഇതും വരത്തില്ല. ദെൻ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ഭരണ വിഷയങ്ങളെ ഫെഡറൽ ലിസ്റ്റ്, പ്രൊവിൻഷ്യൽ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിങ്ങനെ 3ആയി തിരിച്ചു. അപ്പൊ ഉൾപ്പെട്ടത് ഏതൊക്കെയാ? 1ഉം 4ഉം ഉൾപ്പെട്ടതാ. അപ്പൊ ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ A ആണ് വരുന്നത്. 2 തെറ്റാണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ വ്യവസ്ഥയിൽ ഇല്ലാത്തതാ.
ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി അനുവദിച്ചത് ഈ പറയുന്ന 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വ്യവസ്ഥയിൽ ഉൾപ്പെട്ടതാണോ? അല്ല. അപ്പൊ ഇതാണ് നമുക്ക് വേണ്ടത്. കണ്ടന്റ് അറിയാമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ന്യൂജൻ ചോദ്യം ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട വസ്തുത ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തല്ലോ. ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് ഒരു ഡൊമീനിയൻ പദവി അനുവദിക്കുന്നു. വേറെ ഒന്നുമില്ല, ഓഗസ്റ്റ് ഓഫർ അനുസരിച്ച് ഇന്ത്യക്ക് ഡൊമിനിയൻ സ്റ്റാറ്റസ്, അതായത് പുത്രികാ രാജ്യ പദവിയും പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിക്കാനുള്ള സ്വാതന്ത്ര്യവും ആര് നൽകി? ബ്രിട്ടൻ നൽകി. അടുത്തത് പൂർണ്ണ സ്വരാജുമായി ബന്ധപ്പെട്ട് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം ഏതാ? അത് 1929 ലാഹോർ സമ്മേളനം. ഇതിങ്ങനെ തന്നെ ചോദിക്കും. ഇന്ത്യ മഹാരാജ്യത്ത് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം 1929 ലാഹോർ സമ്മേളനമാണ്. ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട വസ്തുത, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കും. ഉറപ്പായിട്ട് ഒരു മാർക്ക് അതിനകത്ത് നിന്ന് കാണും. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 താൽക്കാലിക അധ്യക്ഷനുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടത്, ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്നറിയപ്പെടുന്ന വ്യക്തിയെ തെരഞ്ഞെടുക്കുന്നത് 1946 ഡിസംബർ 11. അപ്പൊ ഒരു താൽക്കാലിക അധ്യക്ഷനുണ്ട്. താൽക്കാലികമായിട്ട് സഭ സമ്മേളിക്കുന്ന എന്ന 1946 ഡിസംബർ 9, ഇത് ഡിസംബർ 11. ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാരുണ്ട്. HC മുഖർജി, BT കൃഷ്ണമാചാരി എന്നീ 2 വ്യക്തികളാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ അത് HVR അയ്യങ്കാർ ആണ്. തിരിഞ്ഞു പോരുത്, എല്ലാം കൂടെ ലാസ്റ്റ് ഭ്രാന്താവരുത്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഭരണഘടനാ ചീഫ് ഡ്രാഫ്റ്റ്മാൻ എന്നറിയപ്പെടുന്നത് SN മുഖർജിയാണ്. ഇനി ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയ, അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ കൈയെഴുത്തു പ്രതി തയ്യാറാക്കിയ വ്യക്തിയുടെ പേര് പ്രേം ബിഹാരി നരേൻ റെയ്സ്ത എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ഇത് മത്സര പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയ വ്യക്തി പ്രേം ബിഹാരി നരേൻ റെയ്സ്ത. അപ്പൊ ചില ആളുകൾ മനസ്സിൽ കരുതും, സാർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി കൈയെഴുത്തു പ്രതി ആരാ തയ്യാറാക്കിയത്? അത് വസന്ത് കൃഷ്ണ വൈദ്യ. അപ്പൊ ഇന്ത്യൻ ഭരണഘടന കൈയെഴുത്തു പ്രതി, അതായത് എഴുതി തയ്യാറാക്കിയ വ്യക്തിയുടെ പേര് പ്രേം ബിഹാരി നരേൻ റെയ്സ്ത. ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി കൈയെഴുത്തു പ്രതി, ഹിന്ദിയിൽ ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണ വൈദ്യയാണ്. അടുത്തത് ഭരണഘടനയുടെ കവർ പേജ് ഉണ്ടല്ലോ. നമ്മൾ ഇന്ത്യൻ ഭരണഘടന എന്നറിയപ്പെടുന്ന സംവിധാനം, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായ ഘടകമായ ഭരണഘടന എടുക്കുമ്പം അതിന്റെ കവർ പേജ് കാണാം, അതിന്റെ ലേ ഔട്ട് കാണാം. അതൊക്കെ തയ്യാറാക്കിയത് നന്ദലാൽ ബോസ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഭരണഘടനാ നിർമ്മാണ സഭയിൽ ധാരാളം പ്രതിനിധികളുണ്ട്. ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളാണ് ഫ്രാങ്ക് ആന്റണി, SH പ്രാറ്റർ, MVN കോളിൻസ്. നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഈ ചോദ്യം മറക്കരുത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ ഏക മുസ്ലിം വനിത ആരാണ്? അത് ബീഗം ഐസ്വാസ് റസൂലാണ്, ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ ഏക മുസ്ലിം വനിത. ഇനി 2026 ഉൾപ്പെടെ നടത്തിയ മത്സര പരീക്ഷയിൽ ചോദിച്ച ഡയറക്റ്റ് ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷൻ ആരാണ്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഞാൻ പഠിപ്പിച്ചതല്ലേ ഉള്ളൂ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ്? രാജേന്ദ്ര പ്രസാദ് ആണ്. ഡേറ്റ് സഹിതം പഠിപ്പിച്ചായിരുന്നു, നോട്ട് ചെയ്തേക്കണം. അടുത്തത് ഇതാണ്ട് ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട വസ്തുത ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വായിക്കുമ്പം അതിന്റെ ബേസ് എല്ലായ്പ്പോഴും സെയിം ആയിരിക്കും. ബേസ് എന്ന് പറഞ്ഞാൽ അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്നല്ല, പ്രവർത്തിച്ചിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പും അതിനുശേഷവും. ഓക്കെ, ഒന്ന്, ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല തെരഞ്ഞെടുക്കുന്നത്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളെ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല തെരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞാൽ 1ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 1 വയസ്സുള്ള കുഞ്ഞിനെ തിരഞ്ഞെടുക്കാം.
10 വയസ്സുള്ള കുഞ്ഞിനെ തിരഞ്ഞെടുക്കാം. അങ്ങനെയാണോ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്? അല്ല. അപ്പൊ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ തെറ്റിതല്ലയോ? അതായത് ഈ പറയുന്ന ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളെ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല തെരഞ്ഞെടുക്കുന്നതെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ വേണ്ട, പ്രധാനപ്പെട്ട ശരിയായ പ്രസ്താവനയാ ചോദിച്ചു വെച്ചേക്കുന്നത്. ഉത്തരമായിട്ട് വരേണ്ട വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ്. അതായത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല തിരഞ്ഞെടുക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല. എല്ലാ മതത്തിലെയും പ്രതിനിധികൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു. ഹൈന്ദവ വിഭാഗത്തിലെ, മുസ്ലിം വിഭാഗത്തിലെ, ക്രൈസ്തവ വിഭാഗത്തിലെ, സിഖ്, ജൈന വിഭാഗത്തിലെ എല്ലാ മതത്തിലെയും പ്രതിനിധികൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു. സ്റ്റേറ്റ്മെന്റ് ശരിയാ. അടുത്ത മൂന്നാമത്തത്, രാഷ്ട്രീയ പാർട്ടികളിൽ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആധിപത്യം സ്ഥാപിച്ചത്. അപ്പം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി, ആൾ ഓഫ് ദി എബോ ആണ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയോ, പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല അംഗങ്ങളെ തിരഞ്ഞെടുത്തിരുന്നത്. ദെൻ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് പ്രവിശ്യകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അടുത്ത വളരെ പ്രധാനപ്പെട്ട വസ്തുത, അന്ന് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. അതിൽ ഭൂരിപക്ഷം നേടിയ പാർട്ടി എല്ലായ്പ്പോഴും ആരാ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. 208 സീറ്റുകളാണ് നേടിയത്. ഓക്കെ, അടുത്ത മറ്റൊരു ചോദ്യം, 2026 ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്ക്, ശരിയായതാണ് ചോദിച്ചു വെച്ചേക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് 1946 ഡിസംബർ 9. ഞാൻ ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളൂ. 1946 ഡിസംബർ 9 ആദ്യ യോഗം ചേർന്നു. ഡിസംബർ 11 സ്ഥിര അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നു. അതിനുശേഷമുള്ള കണ്ടന്റ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത് നോക്കിയേ, പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സമിതി അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. അല്ല, പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഭരണഘടനാ നിർമ്മാണ സമിതി അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. അടുത്ത 1946 ലക്ഷ്യപ്രമേയം ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്ന് ജവഹർലാൽ നെഹ്റുവിനെ അറിയപ്പെടുന്നത്. അപ്പൊ ഇതിന് ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. ഒന്നാമത്തത്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം 1946 ഡിസംബർ 9 ചേർന്നു. ദെൻ 1946 ലക്ഷ്യപ്രമേയം എന്നറിയപ്പെടുന്ന ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട വസ്തുത, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഈ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകാൻ വേണ്ടി ബ്രിട്ടൻ എന്നറിയപ്പെടുന്ന രാജ്യം ഇന്ത്യയിലേക്ക് ഒരു ദൗത്യ സംഘത്തെ അയക്കും. അതിന്റെ പേരാണ് ക്യാബിനറ്റ് മിഷൻ. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണമായ ദൗത്യം അല്ലെങ്കിൽ മിഷൻ ഏതെന്ന് ചോദിച്ചാൽ അത് ക്യാബിനറ്റ് മിഷനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും നോമിനേറ്റ് ചെയ്യപ്പെട്ട അംഗങ്ങളും അടങ്ങുന്നതായിരുന്നു ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ. അതല്ലാതെ അവിടെ ഈ പറയുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഭരണഘടനാ നിർമ്മാണ സമിതി അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. അവരെ എന്തും ചെയ്തു, നോമിനേഷൻ മീൻസ് നാമനിർദ്ദേശം ചെയ്യപ്പെടുക കൂടി ചെയ്യുന്നുണ്ട്. അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ വസ്തുത, ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഉണ്ടല്ലോ, ലക്ഷ്യപ്രമേയം, അതാണ് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആരായി മാറുന്നത്? ജവഹർലാൽ നെഹ്റുവായി മാറുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ വസ്തുത, ഈ ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചതെന്നാണ് ചോദിച്ചാൽ അത് 1946 ഡിസംബർ 13. അപ്പൊ ഡിസംബർ 9 ഇമ്പോർട്ടന്റ്, ഡിസംബർ 11 ഇമ്പോർട്ടന്റ്, ഡിസംബർ 13 ഇമ്പോർട്ടന്റ്. ഈ പറയുന്ന ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിക്കുമല്ലോ 46 ഡിസംബർ 13. ഈ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ഈ ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ പാസ്സാക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന അതേ വർഷം 1947. ഡേറ്റിൽ വ്യത്യാസം വരും, ജനുവരി 22. അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. സ്വാതന്ത്ര്യം അങ്ങനെയല്ല പറയേണ്ടത്, പഠിക്കേണ്ടത്. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ചയായിട്ട് മാറുന്നു. അപ്പൊ ഈ പറയുന്ന സ്വാതന്ത്ര്യം കിട്ടിയ ആ 1947
മത്സര പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു റാങ്ക് മേക്കിംഗ് ചോദ്യമുണ്ട്. ചോദ്യം ഇതാണ്: ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വോട്ട് അധികാരം കിട്ടിയ വർഷം എന്ന് കഴിഞ്ഞ തവണത്തെ റാങ്ക് മേക്കിംഗ് ചോദ്യമാണ്. ഉത്തരം 1947. ഇതേ 1947-ലാണ് 47-48 പാലിയം സത്യാഗ്രഹം എന്നറിയപ്പെടുന്ന സത്യാഗ്രഹം നടക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത ചോദ്യം നോക്കിയേ: ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഇതൊരു ചോദ്യമാണ്. ഈ ചോദ്യം സോൾവ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കണ്ടന്റിലേക്ക് നമ്മൾ പോവുക. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് ഇതാണ്. ഇതിൽ പറഞ്ഞേക്കുന്ന ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, അതായത് നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന അംഗങ്ങൾ 93 പേരാ. ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്ന് 296 അംഗങ്ങളെ തിരഞ്ഞെടുത്തു. അപ്പൊ നാട്ടുരാജ്യങ്ങളെ, അതായത് പ്രവിശ്യകളെ, പ്രോവിൻസിനെ, അതായത് ഈ പറയുന്ന പ്രവിശ്യ അവിടെ പറഞ്ഞേക്കുന്ന വളരെ പ്രധാനപ്പെട്ടതാണ്. നാട്ടുരാജ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞേക്കുന്ന പ്രിൻസിലി സ്റ്റേറ്റ്, അതിനെ പ്രതിനിധീകരിച്ച് 93 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്ന് 296 അംഗങ്ങളെ തിരഞ്ഞെടുത്തു. ഇനി നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ നേരത്തെ പറഞ്ഞ വസ്തുത, ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അടിസ്ഥാനത്തിലാണ് പ്രവിശ്യകളിൽ തിരഞ്ഞെടുപ്പ് നടന്നത്. പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണോ? അല്ല. പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ഈ പറഞ്ഞേക്കുന്ന ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് പ്രവിശ്യകളിൽ തിരഞ്ഞെടുപ്പ് നടന്നത്. ഇന്ത്യ പാക് വിഭജനം 1947 ഇന്ത്യ പാക് വിഭജനം ഉണ്ടാവുമല്ലോ. ആ വിഭജന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് പാകിസ്ഥാനെ പുഴുക്കുത്തേറ്റ പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിച്ചത് മുഹമ്മദ് അലി ജിന്നയാണ് പാകിസ്ഥാനെ പുഴുക്കുത്തേറ്റ പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിച്ചത്. അപ്പൊ ഈ പറയുന്ന ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം സമിതിയുടെ അംഗസംഖ്യ 199 ചുരുങ്ങി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ബാക്കിയുള്ള 3 സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണ്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് വേണ്ടത്, ഏറ്റവും അധികം അംഗങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവിശ്യ എന്ന് പറഞ്ഞാൽ അത് യുണൈറ്റഡ് പ്രൊവിൻസാ. 55 അംഗങ്ങളെയാണ് തിരഞ്ഞെടുത്തത്. ഇനി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തല്ലോ, വളരെ പ്രധാനപ്പെട്ട, അതായത് ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായവരാണ്. ഒന്ന് ഡൽഹിയിൽ നിന്ന് ദേശബന്ധു ഗുപ്ത, അജ്മീർ മേൽവാറ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് നിന്ന് മുകുദ് ബിഹാരി ലാൽ ഭാർഗവ, കൂർഗിൽ നിന്ന് CM പൂനാച്ച, ബലൂചിസ്ഥാനിൽ നിന്ന് ഖാൻ അബ്ദുസ് സമദ് ഖാൻ എന്നറിയപ്പെടുന്ന വ്യക്തി. വിട്ടേക്ക് പഠിക്കണമെന്നില്ല. അടുത്തത്, ഭരണഘടനാ നിർമ്മാണ സഭയിൽ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം 93. ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം, അതായത് ഇന്ത്യ വിഭജനത്തിന് ശേഷം പാകിസ്ഥാൻ പ്രദേശത്ത് ഉൾപ്പെട്ട അംഗങ്ങൾ പിരിഞ്ഞു പോയതോടുകൂടി ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ അംഗസംഖ്യ ഉണ്ടല്ലോ, അത് 389 നിന്ന് 299 മാറി. ഇങ്ങനെയാ പഠിക്കണ്ടേ. പക്ഷെ ചോദ്യാർത്ഥാവ് കൊടുത്തേക്കുന്നത് എങ്ങനെ? 199 അല്ലയോ? അത് തെറ്റല്ലയോ? 299 മാറേണ്ടത്. 389 നിന്ന് 299. ഭരണഘടനാ നിർമ്മാണ സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 296 നിന്ന് 229 മാറി. നാട്ടുരാജ്യങ്ങളിലെ അംഗങ്ങളുടെ എണ്ണം 93 നിന്ന് 70 ചുരുങ്ങി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ഇതാണ്, മറക്കരുത്. ഓക്കെ. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട്, ഈ പറയുന്ന ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട്, ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന വനിതകളുടെ എണ്ണം എത്രയാ? 17. ഇന്ത്യ വിഭജനത്തിന് ശേഷം ആ വനിതകളുടെ എണ്ണം എത്രയായി മാറും? 15 മാറും. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം ഉണ്ടല്ലോ, ആ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ ആകെ എണ്ണം 207. ആ 207 പേരിൽ വനിതകളുടെ എണ്ണം 9 ആണെന്ന് ഓർക്കണേ. വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തത്, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് ആൻസർ പറയണം. ഒന്ന്, ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത്. ശരിയോ തെറ്റോ? അതായത് ബ്രിട്ടൻ എന്നറിയപ്പെടുന്ന മഹാരാജ്യം, വളരെ പ്രധാനപ്പെട്ടതാ, ബ്രിട്ടൻ എന്നറിയപ്പെടുന്ന രാജ്യം ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യത്തിന് എന്ത് തരാൻ വേണ്ടി? ഒരു ഭരണഘടന രൂപീകരിക്കണം, സ്വാതന്ത്ര്യം അനുവദിക്കണം, സ്വാതന്ത്ര്യം തരാൻ വേണ്ടി ഒരു ദൗത്യത്തെ ഇങ്ങോട്ടേക്ക് അയക്കുക. അതാണ് ക്യാബിനറ്റ് മിഷൻ. അപ്പോൾ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത്. ശരിയാ. അടുത്തത്, അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി സംഘടിപ്പിച്ചത്. അതായത് ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യം
മറ്റ് ഒരു രാജ്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ബ്രിട്ടൻ എന്ന രാജ്യത്തിന്റെ നിയന്ത്രണത്തിലല്ലാതെ ഒരു അവിഭക്ത ഇന്ത്യക്ക് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യയായിട്ട് മാറണം. അതിനുവേണ്ടിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി സംഘടിപ്പിച്ചത്. ആ സ്റ്റേറ്റ്മെന്റും ശരിയാ. അടുത്ത മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്ക്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം ചേർന്നത് 1947 ഓഗസ്റ്റ് 15. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം 47 ഓഗസ്റ്റ് 15 അല്ല. ആൻസറായിട്ട് വരേണ്ടത് 1ഉം 2ഉം ശരിയാണ്. മൂന്നാമത്തത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. മറക്കരുത്. ഒരു മാർക്ക് ഈ ഒരു മേഖലയിൽ നിന്ന് കിട്ടണം. ഇനി നമുക്ക് വേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ക്യാബിനറ്റ് മിഷൻ. ഈ ക്യാബിനറ്റ് മിഷൻ എന്ന ടോപ്പിക്ക് ചോദിക്കാത്ത മത്സര പരീക്ഷകൾ ചുരുക്കമാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പായും പഠിക്കണം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു എന്താണ് ക്യാബിനറ്റ് മിഷൻ. ഒരു ദൗത്യമാണ്. അതായത് ഇന്ത്യയിലെ നേതാക്കളുമായിട്ട് ഈ 1947, 46, 48 സമയങ്ങളിലെല്ലാം എല്ലായ്പ്പോഴും ഇന്ത്യയിലെ നേതാക്കന്മാരുണ്ടല്ലോ, അതിന് കുറവൊന്നുമില്ലല്ലോ. ഇന്ത്യയിലെ നേതാക്കന്മാരുമായിട്ട് അല്ലെങ്കിൽ നേതാക്കളുമായിട്ട് അധികാര കൈമാറ്റ ചർച്ചകൾ നടത്താൻ വേണ്ടി ഇന്ത്യയുടെ അധികാരം ഇന്ത്യക്ക് തന്നെ കൊടുക്കണം. ബ്രിട്ടൻ പിടിച്ചു വച്ചിരുന്ന അധികാരം ഇന്ത്യയിലെ നേതാക്കന്മാർക്ക്, ഇന്ത്യയിലെ ജനങ്ങൾക്ക് കൊടുക്കണം. അതിനുവേണ്ടി അതിന്റെ ചർച്ചകൾ നടത്താൻ വേണ്ടി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ക്ലമന്റ് ആറ്റ്ലി ഇന്ത്യയിലേക്ക് അയച്ച മിഷന്റെ പേരാണ് ക്യാബിനറ്റ് മിഷൻ. അപ്പൊ അവിടെ ഒരു ചോദ്യം ചോദിക്കും, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാ? ഇത് ക്ലമന്റ് ആറ്റ്ലിയ. ഈ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തുന്നത് 1946 മാർച്ച് 23. അപ്പൊ ചില ആളുകൾ മനസ്സിൽ കരുതും, സാറേ ഞാൻ വായിച്ച ടെക്സ്റ്റിൽ 1946 മാർച്ച് 23 കറാച്ചിയിലല്ലയോ വന്നത്? കറാച്ചി പാകിസ്ഥാനിലല്ലയോ? ഈ പറയുന്ന കറാച്ചിയും ഡൽഹിയും എല്ലാം ഒരു പ്രദേശമായിരുന്നു. ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യമായിരുന്നു. പിന്നീടാണ് 47 ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും രണ്ടായിട്ട് വേർപിരിച്ചത് അല്ലെങ്കിൽ വെട്ടിമുറിച്ചതെന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പൊ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തുന്നത് 1946 മാർച്ച് 23. ഈ ക്യാബിനറ്റ് മിഷനിൽ 3 അംഗങ്ങളാണ് ഉള്ളത്. പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കും ക്യാബിനറ്റ് മിഷന്റെ 3 അംഗങ്ങൾ. ഒന്ന് പെത്തിക് ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ 3 പേരാണ്. പെത്തിക് ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. നമുക്ക് വേണ്ടത് ഈ ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അത് പെത്തിക് ലോറൻസ്. ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് പെത്തിക് ലോറൻസ് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം എന്ന് വെച്ചാൽ ആദ്യ സമ്മേളനം അത് തുടങ്ങുന്നത് 1946 ഡിസംബർ 9 തിങ്കളാഴ്ച 11 മണിക്കാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആ പ്രഥമ സമ്മേളനം അവസാനിക്കുന്നത് 1946 ഡിസംബർ 23. അപ്പൊ നമുക്ക് വേണ്ട വസ്തുത 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടക്കുന്നത്. അവിടെ വളരെ പ്രധാനപ്പെട്ട കണ്ടന്റ് പറയുക. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ഇതാണ്, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളേവ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെടാത്ത ഭരണഘടന, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണേത്? ഈ പറയുന്ന ഇന്ത്യ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലയോ? അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെടാത്ത ഭരണഘടനയല്ല ഇന്ത്യ, എഴുതപ്പെട്ട ഭരണഘടനയാണ്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കാൻ വേണ്ടി, ഇന്ത്യൻ ഭരണഘടന എഴുതാൻ വേണ്ടി, ഇന്ത്യൻ ഭരണഘടന ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ ഫോം ചെയ്തായിരുന്നു. അതാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആണ്. ശരിയാ. ദെൻ ഇന്ത്യൻ ഭരണഘടന സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഉറപ്പുവരുത്തുന്നു. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ത്യൻ ഭരണഘടന സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഉറപ്പുവരുത്തുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അത് നിങ്ങളുടെ ലോജിക്കാ. അപ്പൊ ലോജിക്കിലേക്ക് വരുന്ന സമയത്ത് ആൻസറായിട്ട് വരേണ്ട കണ്ടന്റിലേക്ക് വരുന്നു. ഇന്ത്യൻ ഭരണഘടന സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഉറപ്പുവരുത്തുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ 6 മൗലിക അവകാശങ്ങളാ ഉൾക്കൊള്ളുന്നത്. ശരിയോ തെറ്റോ? ശരിയാണ്. അപ്പൊ ആൻസറായിട്ട് വരേണ്ടത് ഒന്നാമത്തെ തെറ്റാണ്. 2, 3, 4 പ്രസ്താവനകൾ ശരിയാണ്. അതാണ്ട് 2, 3, 4 ഓപ്ഷൻ C ആണ് ആൻസറായിട്ട് വരേണ്ടത്. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ആ സ്റ്റേറ്റ്മെന്റ് തിരുത്തി അങ്ങനെ പഠിക്കണം, അങ്ങനെ പഠിക്കേണ്ടത്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാ? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടന സ്വതന്ത്രമായ ഒരു നീതിന്യായ വ്യവസ്ഥ ഉറപ്പുവരുത്തുന്നു. 6 മൗലിക അവകാശങ്ങളാണ് എവിടെ ഉള്ളത്? ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ. ക്യാബിനറ്റ് മിഷൻ
പദ്ധതി പ്രകാരമാണ് രൂപം കൊണ്ടത്. ഭരണഘടനാ നിർമ്മാണ സഭ എങ്ങനെയാ രൂപം കൊണ്ടത്? ക്യാബിനറ്റ് മിഷന്റെ പദ്ധതി പ്രകാരമാണ്. ശരിയാണോ തെറ്റാണോ? നിങ്ങൾ തന്നെ പറ. ദെൻ രണ്ടാമത്തെ പ്രസ്താവന, 3 മലയാളി വനിതകൾ പങ്കെടുത്തു. 3 മലയാളി വനിതകൾ പങ്കെടുത്തു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. കെ മുൻഷി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഒരു അംഗമായിരുന്നു. നമുക്കിതിനെ എലിമിനേറ്റ് ചെയ്യാം. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഇതിൽ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപം കൊണ്ടത്. ശരിയാ. 3 മലയാളി വനിതകൾ പങ്കെടുത്തു. അതും ശരിയാ. അതിൽ ദാക്ഷായണി വേലായുധനുണ്ട്, ആനി മസ്കറിനുണ്ട്, അമ്മു സ്വാമിനാഥനുണ്ട്. 3 മലയാളി വനിതകൾ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണോ? അല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞാലേ ഉള്ളൂ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? അത് BR അംബേദ്കർ. ദെൻ കെ മുൻഷി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഒരു അംഗമായിരുന്നു. 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നേ. അതിനെപ്പറ്റി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഏതാണ്? ഇന്ത്യൻ ഭരണഘടന. ലോകത്തിലെ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടന എന്ന് പറയുന്ന അമേരിക്കയുടെയാ. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യ ഭരണഘടനയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായിട്ടുള്ള ലിഖിത ഭരണഘടന അമേരിക്കൻ ഭരണഘടനയാണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഇന്ത്യൻ ഭരണഘടന. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളെ പറ്റി പറയുമ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കേണ്ട ഒരു കൺസെപ്റ്റാ. ഇന്ത്യൻ ഭരണഘടന ഭാഗികമായി, പാർഷ്യലി അല്ലെങ്കിൽ ഭാഗികമായി അയവുള്ളതും ഭാഗികമായി ദൃഢവുമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, പാർഷ്യലി റിജിഡ് ആൻഡ് പാർഷ്യലി ഫ്ലെക്സിബിൾ എന്നാണ് പറയുന്നത്. അതായത് ഭാഗികമായി അയവുള്ളതും ഭാഗികമായി ദൃഢവുമാണ് എന്നാണ് പറയുന്നത്. അതിൻ്റെ റീസൺ ഒക്കെ പറയാം. അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ ഏതെങ്കിലും ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആശയം ഭേദഗതി ചെയ്യണമെങ്കിൽ ചില സാഹചര്യങ്ങളിൽ ഭൂരിപക്ഷം, കേവല ഭൂരിപക്ഷം മതി. ചില സാഹചര്യങ്ങളിൽ ഈ പറയുന്ന കേവല ഭൂരിപക്ഷം പോരാതെ വരും. അങ്ങനെയൊക്കെയുള്ള സാഹചര്യമുണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. then ലിഖിത ഭരണഘടന നിലവിലുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാ? ഓസ്ട്രേലിയ ലിഖിത ഭരണഘടനയാ, ബ്രസീൽ ലിഖിത ഭരണഘടനയാ, ദക്ഷിണാഫ്രിക്ക ലിഖിത ഭരണഘടനയാ. പക്ഷെ അലിഖിത ഭരണഘടനയുള്ള പ്രധാനപ്പെട്ട രാജ്യമാണ്. അവിടെ ഭരണഘടന ഇല്ല എന്നല്ല പറഞ്ഞേക്കുന്നത്. ബ്രിട്ടനിൽ അലിഖിത ഭരണഘടന എന്ന് വെച്ചാൽ അവിടെ ഒരു ഭരണഘടനയുണ്ട്, പക്ഷെ അത് എഴുതപ്പെടാത്തതാണ്. ഇസ്രയേലിൽ അലിഖിത ഭരണഘടനയാ, ന്യൂസിലൻഡിൽ അലിഖിത ഭരണഘടനയാ. അടുത്തത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നത് 1947 ഓഗസ്റ്റ് 29. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ഡോക്ടർ BR അംബേദ്കർ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ ഡ്രാഫ്റ്റ് ഈ പറയുന്ന BR അംബേദ്കർ ഉൾപ്പെടെയുള്ള 7 അംഗങ്ങൾ ചേർന്ന് സെറ്റ് ചെയ്തത് അല്ലെങ്കിൽ തയ്യാറാക്കപ്പെടുന്നത് 1948 ഫെബ്രുവരിയിലാണ്. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചതാരെന്ന് ചോദിച്ചാൽ അത് നസറുദ്ദീൻ അഹമ്മദ് ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നോ ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവെന്നോ ചോദിച്ചാൽ അത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട വസ്തുത ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ 3 മലയാളി വനിതകൾ ഉണ്ടായിരുന്നു. 3 മലയാളി വനിതകൾ. 1 ആനി മസ്കറിൻ, 2 അമ്മു സ്വാമിനാഥൻ, 3 ദാക്ഷായണി വേലായുധൻ. ഈ 3 വ്യക്തികളെ പരീക്ഷയ്ക്ക് ചോദിക്കും. ഇതിനകത്തേക്ക് വേറെ നമുക്കറിയാവുന്നതോ അറിയാൻ വയ്യാത്തതായിട്ടുള്ള ഏതെങ്കിലും വനിതയെ ആഡ് ചെയ്തെന്ന് ചോദിക്കും. താഴെ പറയുന്നതിൽ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതയിൽ പെടാത്തത് ആര്? ഇങ്ങനെയാണ് ചോദ്യം വരുന്നത് എന്ന് മാത്രം മനസ്സിലാക്കുക. then ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ഇത്രയും കണ്ടന്റ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്തേ. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം സ്ഥാപിക്കപ്പെട്ടു. ശരിയാണ്. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ശരിയാണ്. ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്നാ കൊടുത്തേക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്ന് പരിശോധിക്കണം. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്ക്. ഭരണഘടന ഉപദേശകൻ ഡോക്ടർ BR അംബേദ്കർ ആണ്. ഭരണഘടനയുടെ ശില്പി എന്നും ഭരണഘടനയുടെ പിതാവെന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? ഈ പറയുന്ന ഡോക്ടർ BR അംബേദ്കർ ആണ്. അദ്ദേഹം ഉപദേശകനല്ല, അഡ്വൈസർ വേറെ ആളാണ്. ഓക്കെ, ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് ആരല്ല? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ല. അദ്ദേഹം ഈ പറഞ്ഞ ഡിസംബർ 11 വരുന്നേ. ഡിസംബർ 9 അധ്യക്ഷം വഹിച്ചത് വേറൊരു വ്യക്തിയാണ്. അപ്പൊ ഈ പറയുന്ന 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുക്കുന്നത് 1946 ഡിസംബർ 11.
ഈ പറയുന്ന ഭരണഘടന നിർമ്മാണ സഭ രൂപീകൃതമാകുന്ന സമയത്ത് ഭരണഘടന നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം 389. ഈ 389 അംഗങ്ങളിൽ പ്രധാനപ്പെട്ട 3 മലയാളി വനിതകളാണ് ആനി മസ്ക്രിൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലാതൻ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ വസ്തുത, ഭരണഘടന നിർമ്മാണ സഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 296. 11 ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്ന് 11 പേര് 11 ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്ന് 292 പേര്, ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യയിൽ നിന്ന് 4 പേരും കൂടെ ചേർത്ത് 292 + 4 296 തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉണ്ടായിരുന്നു. ദെൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ്, ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഈ പറഞ്ഞ BR അംബേദ്കർ തന്നെ. പക്ഷെ ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് B നാഗേന്ദ്ര റാവു എന്നറിയപ്പെടുന്ന BN റാവു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരാണ്? സ്ഥിര അധ്യക്ഷനാണ് ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ചോദിച്ചാൽ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അത് 1946 ഡിസംബർ 9 സച്ചിദാനന്ദ സിൻഹയെ എന്തായിട്ട് താൽക്കാലിക അധ്യക്ഷനായിട്ട് അദ്ദേഹം ചുമതലയേക്കുന്നത്. ഡിസംബർ 11 രാജേന്ദ്ര പ്രസാദ് സ്ഥിരം അധ്യക്ഷനായിട്ട് മാറുക. മറക്കരുത്, ഒരു മാർക്കായിട്ട് കിട്ടണം. ദെൻ ഈ പറയുന്ന സച്ചിദാനന്ദ സിൻഹയുമായി ബന്ധപ്പെട്ട് മത്സര പരീക്ഷയിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട വസ്തുത, അദ്ദേഹം ബീഹാറിൽ നിന്ന് കോൺഗ്രസ് പാർട്ടി ടിക്കറ്റിലാണ് ഈ പറഞ്ഞ സച്ചിദാനന്ദ സിൻഹ ഭരണഘടനാ അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. ബാക്കിയുള്ള കണ്ടന്റ് നിങ്ങൾ വായിക്കേണ്ട ആവശ്യമില്ല, പ്രധാനപ്പെട്ട കണ്ടന്റ് പറയാം. അദ്ദേഹത്തിന്റെ പുസ്തകം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സം എമിനന്റ് ബെഹർ കണ്ടംപററീസ് എന്ന പുസ്തകം എഴുതിയത് വളരെ പ്രധാനപ്പെട്ടതാണ്, സച്ചിദാനന്ദ സിൻഹയാണ്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കണേ, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, മത്സര പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ദെൻ നോക്കി, ഇന്ത്യൻ ഭരണഘടന ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണോ? ജവഹർലാൽ നെഹ്റു ആണോ? KM മുൻഷി ആണോ? TT കൃഷ്ണമാചാരി ആണോ? അത് ഉത്തരമായിട്ട് നിങ്ങൾ എഴുതേണ്ടത് ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ. അംബേദ്കറിനെ ചോദിക്കാത്ത, അല്ലെങ്കിൽ അംബേദ്കറുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കാത്ത മത്സര പരീക്ഷ ചുരുക്കമാണ് ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത്, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി ആരെന്ന് ചോദിക്കും, അത് ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹത്തെയാണ് ആധുനിക മനു, ആധുനിക ബുദ്ധൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ പറഞ്ഞ ഡോക്ടർ BR അംബേദ്കർ ആണ്. മറക്കരുത്, അംബേദ്കർ ജനിച്ച വർഷം ഒന്ന് നോട്ട് ചെയ്തേക്കണം, 1891 ഏപ്രിൽ 14. അത് മധ്യപ്രദേശിലെ മോവ് എന്നറിയപ്പെടുന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിന് പ്രത്യേകതയുണ്ട്. 1930, 1931, 1932 ഈ 3 ലണ്ടനിൽ ചേർന്ന ഈ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരിൽ ഒരു വ്യക്തിത്വമാണ് BR അംബേദ്കർ. അദ്ദേഹമാണ് മഹർ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. അംബേദ്കർ ഒരു സംഘടന സ്ഥാപിച്ചിട്ടുണ്ട്. ആ സംഘടനയുടെ പേര് ബഹിഷ്കൃത ഹിതകാരിണി സഭയാണ്. 1924 ആ സംഘടന സ്ഥാപിക്കുന്നത്. അംബേദ്കർ ആരംഭിച്ച പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങൾ 2 ഒന്ന് മൂക് നായകും ബഹിഷ്കൃത ഭാരതും. 1956 ഡിസംബർ 6 ഡോക്ടർ BR അംബേദ്കർ അന്തരിക്കുന്നു. അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം ചൈത്രഭൂമിയാണ്, ചൈതന്യഭൂമി അല്ല, ചൈത്രഭൂമി. ദെൻ ഈ പറയുന്ന അംബേദ്കറിന്റെ ചരമദിനമാണ് ഡിസംബർ 6. അത് എന്ത് ദിനമായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? മഹാപരിനിർവാൺ ദിനമായിട്ട് ആചരിക്കുന്നു. ചരിത്രത്തിൽ മറക്കാൻ കഴിയാത്ത മനുഷ്യൻ എന്ന് അംബേദ്കറെ വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് മഹാത്മാഗാന്ധിയാണ്. 1990 മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്ന നൽകി ഇന്ത്യ എന്ന മഹാരാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. ദെൻ മത്സര പരീക്ഷയിൽ നമ്മളെ കുഴപ്പിക്കുന്ന 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ഒന്ന് ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ ഹൗസ് മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ലണ്ടനിലും അംബേദ്കർ നാഷണൽ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലും. 2 ചോദ്യമാണ്. ഈ അംബേദ്കറോടുള്ള ആദര സൂചകമായിട്ട് 2015 അതായത് അദ്ദേഹത്തിന്റെ 125ാം ജന്മദിനത്തിൽ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി 2 നാണയങ്ങൾ പുറത്തിറക്കിയിരുന്നു. 10 രൂപയുടെ നാണയങ്ങളും 125 രൂപയുടെ നാണയങ്ങളും. അപ്പം നരേന്ദ്രമോദിയുടെ 2 പ്രധാനപ്പെട്ട പുസ്തകങ്ങളുണ്ട്. ഒന്ന് എക്സാം വാരിയേഴ്സും ലെറ്റേഴ്സ് ടു മദർ, വളരെ പ്രധാനപ്പെട്ടതാണ്. ദെൻ ഈ പറയുന്ന പ്രധാനപ്പെട്ട അംബേദ്കറിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളൊന്ന് നോട്ട് ചെയ്തേക്കണം. ഒന്ന് വെയിറ്റിംഗ് ഫോർ എ വിസ, അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് വെയിറ്റിംഗ് ഫോർ എ വിസ. ദി അൺടച്ചബിൾസ് എന്ന പുസ്തകം എഴുതിയത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ബുദ്ധ ഓർ കാൾ മാർക്സ് എന്ന പുസ്തകം എഴുതിയത് അംബേദ്കർ ആണ്. ബുദ്ധ ആൻഡ് ഹിസ് ധമ്മ എന്ന പുസ്തകം എഴുതിയത് അംബേദ്കർ ആണ്.
ഹൂ വെയർ ശൂദ്രാസ് എന്ന പുസ്തകം എഴുതിയത് ഡോക്ടർ ബി ആർ അംബേദ്കർ. അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗ പരമ്പരയാണ് അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്. എന്നീ കൃതികളൊക്കെ എഴുതിയത് ആരാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. മത്സര പരീക്ഷയിൽ റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യമാണിത്, മറക്കരുത്. ഓക്കെ, ദെൻ 2026 പരീക്ഷകളിൽ ചോദിച്ച ഒരു ഡയറക്റ്റ് ചോദ്യമാണ്. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്. നിങ്ങൾ തന്നെ പറ. നവംബർ 26 എന്ത് ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്? അതേ ദിനം തന്നെയാണ് ദേശീയ നിയമദിനം. ദേശീയ നിയമദിനം നവംബർ 26 വളരെ പ്രധാനപ്പെട്ടതാണ്. അതേ നവംബർ 26 തന്നെയാണ് ദേശീയ ഭരണഘടനാ ദിനം. അപ്പൊ ചില ആളുകൾ മനസ്സിൽ കരുതും, സാറേ 1950 ജനുവരി 26 റിപ്പബ്ലിക് ആയല്ലോ, ഇന്ത്യ റിപ്പബ്ലിക് ആയല്ലോ. ഈ ജനുവരി 26 എന്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്? 1929 ഡിസംബർ 31 അർദ്ധരാത്രി ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ പാസാക്കിയ പൂർണ്ണ സ്വരാജിന്റെ തീരുമാനത്തെ തുടർന്ന് 1930 ജനുവരി 26 ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിച്ചു. ഇതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജനുവരി 26 1950 ജനുവരി 26 എന്തായിട്ട് തിരഞ്ഞെടുത്തത്? റിപ്പബ്ലിക് ദിനമായിട്ട് തിരഞ്ഞെടുത്തത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നിങ്ങളുമായി ഷെയർ ചെയ്തത്. വീണ്ടും ആവർത്തിക്കുന്നു, ഇതിന് നോട്ട്സ് ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും ഇനി നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ആനുപാതികമായിട്ട് കിട്ടുന്ന മാർക്കുകളും നോട്ട്സുകളും വീഡിയോ ക്ലാസ്സുകളും കൃത്യമായി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.